ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂടിൽ ഹരീഷ് വർക്ക്ഷോപ്പിലേക്ക് വരികയാണ് കേട്ടോ. ഒരാളുടെ സ്കൂട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അവനെ കണ്ട പാടെ ഡിറ്റോ ചോദിക്കുന്നുണ്ട്, ഹരീഷേട്ടാ ഒന്നും കഴിക്കാൻ കൊണ്ടുവന്നില്ലേ? അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ എന്താടാ ഗൾഫിലും മറ്റു പോയി വരികയാണോ? നിനക്ക് കഴിക്കാൻ കൊണ്ടുവരാൻ? അല്ല, വിശന്നിരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ, ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. ഓ, നീയാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത? വെറുതെ പുള്ളടിക്കാതെ പണിയെടുക്കാൻ നോക്കടാ എന്നൊക്കെ അവർ ഓരോ കുശലങ്ങൾ പറയാൻ കേട്ടോ. അങ്ങനെ ഹരീഷിനോട് ഡിറ്റോ പറയുന്നുണ്ട്, ഹരീഷേട്ടാ ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യൂ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇത് റെഡി ആവുന്നില്ല. അവർക്കാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ വണ്ടി റെഡി ആയി കിട്ടണം, അവരിങ്ങോട്ട് വരും. ആടാ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹരീഷ് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നങ്ങോട്ട് ആരെങ്കിലും വന്നിരുന്നോ? അത് കേട്ടപ്പോൾ ചന്തും ഡിറ്റോയും ഹരീഷിനെ കളിയാക്കാണ് കേട്ടോ, ഓരോന്ന് പറഞ്ഞിട്ട്. ഇവിടെ മറ്റവർ വന്നിരുന്നു, അവർ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ആ നീതു വന്നിരുന്നു. ചന്തു അത് പറയുമ്പോൾ ഇരുന്നോടത്തുനിന്ന് എണീറ്റിട്ടോ സ്പീഡിൽ അവൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ. ഹരീഷ് അവൻ്റെ ഫേസിൽ നന്നായിട്ട് ആ ഒരു വിരഹ ദുഃഖം കാണുന്നുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. എന്നിട്ട് അവൾ ഇങ്ങോട്ട് വന്നില്ല, അവൾ എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല ഹരീഷേട്ടാ, അവൾ മൈൻഡ് ചെയ്യാതെ പോയി. അത് കണ്ടപ്പോൾ അവന് വിഷമമായിട്ടോ. അപ്പം പിന്നെ ചന്തു പറയുന്നുണ്ട്, വെറുതെ പറഞ്ഞത് ഹരീഷേട്ടാ, അവൾ ഇതിലൂടെ വന്നിട്ടൊന്നുമില്ല. പക്ഷെ ഹരീഷേട്ടൻ്റെ മുഖത്ത് ഒരു നിരാശാകാമുകൻ്റെ സങ്കടം കാണുന്നുണ്ട്. അത് കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹരീഷിനെ കളിയാക്കുകയാണ്, ഓരോന്ന് പറയാണ്. ഹരീഷിനാണെങ്കിൽ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവൾ എന്താ വരാത്തത്, നന്നായിട്ട് അവന് മിസ് ചെയ്യുന്നുണ്ട് അവളെ. അങ്ങനെ ഹരീഷ് ഡിറ്റോനോട് മാറടാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ആ ഒരു സ്കൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡിറ്റോ ആണെങ്കിൽ മാറി നിന്നിട്ട് ഇങ്ങനെ ഓരോ പാട്ട് പാടി ഹരീഷിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവൻ നീതു വരുന്നത് കാണുന്നത്. നീതു ആണെങ്കിൽ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് വരുന്നത്. അവൾക്ക് ഹരീഷിനെ വട്ടം കറക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൾ ഒരു പുഞ്ചിരി ഇരിച്ചിട്ട് നേരെ കടയുടെ മുന്നിലേക്ക് പോവാണ് കേട്ടോ. എന്തൊക്കെയോ പ്ലാനിങ്ങോട് കൂടി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് കേട്ടോ അവളുടെ വരവ്. അവളെ കണ്ടപ്പോൾ തന്നെ ഹരീഷിന് നല്ല സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അവൻ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ അങ്ങോട്ട് കയറി വന്നപ്പോൾ അവനൊരു പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട്, അല്ല ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ ആളെന്താ അങ്ങോട്ട് വന്നത്? അപ്പോൾ ചന്തുവും പറയുന്നുണ്ട്, നിന്നോട് അമ്മാതിരി പോക്കിത്തരം കാണിച്ചിട്ട് ഈ ഒരാളെ കാണാൻ വീണ്ടും നിനക്ക് ഇങ്ങോട്ട് വരാൻ നാണമില്ലേ? പോട്ടെ, മാനും ഉളുപ്പും ഒന്നുമില്ലേന്ന്. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഹരീഷിനെ കാണാൻ വന്നാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞാൻ അതിന് വന്നോന്നല്ല, എൻ്റെ വീട്ടിൽ എനിക്ക് പെണ്ണ് അന്വേഷിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹരീഷ് പറയാണ്, ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, പറയണമെന്ന് തോന്നി. അതെ, കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്നത് സ്വാഭാവികമാണ്. നീതു അത് പറഞ്ഞപ്പം അതിലേറെ പുച്ഛത്തിലും കളിയാക്കിയും കൊണ്ടും ഹരീഷ് പറയുന്നുണ്ട്, അതെ സുന്ദരികളായ പെൺകുട്ടികളാണെങ്കിൽ ഓക്കെ, പക്ഷേ നിൻ്റേത് അങ്ങനെയല്ല. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തരാൻ 100 പേര് പുറകെ വരും, പക്ഷേ നിന്നെ പോലെയുള്ള കരിയോയൽ മോറൻ വേണ്ട. അത് കേട്ടപ്പോൾ അവനൊന്ന് ചമ്മിയിട്ട് അവളെ ഏന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. കാരണം ഈ ഒരു ആൻസർ അവളുടെ വായിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഡിറ്റോ ആണെങ്കിൽ ആ പേര് ഒന്നുകൂടെ ആവർത്തിച്ചിട്ട് നല്ല പേരെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്തു ചോദിക്കുന്നുണ്ട്, അല്ല കുട്ടി, നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടല്ലോ, ഇപ്പോഴല്ലേ വരാതായത്? അപ്പോൾ നീ ഇത്ര കാലത്തൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് കുറേ കാലമായിട്ട് എൻ്റെ കല്യാണം നോക്കുന്നുണ്ട്, ഇപ്പോഴൊന്നുമല്ല. പക്ഷെ ഞാനാണെങ്കിൽ എനിക്കിതുവരെ ഒരു റെസ്പോൺസും തരാത്ത ഒരാളുടെ പിറകെ പോയിട്ട് എൻ്റെ ലൈഫ് നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ വീട്ടുകാരോട് യെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും ആ പ്രതീക്ഷ പോയല്ലോ, അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ അവർ നോക്കി കാര്യമായിട്ട്. എൻ്റെ അച്ഛന് ശ്വാസം മുട്ട് വരുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ വരും. അത് പറഞ്ഞപ്പോഴാണ് ഡിറ്റോ നോക്കുന്നത് കേട്ടാ. അപ്പോൾ അവൾക്ക് തോന്നി പറഞ്ഞതിൽ എന്തോ ഒരു അപാകത ഉണ്ടെന്ന്. അത് തിരുത്തിയിട്ട് അവൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ശ്വാസം മുട്ടൽ വരും, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തി കാണണമെന്ന് അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സമ്മതിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ടിട്ട് ഹരീഷിൻ്റെ നെഞ്ച് പടപടാ മിടിക്കുന്നുണ്ട് കേട്ടോ. അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചെറുക്കൻ ഇങ്ങനെ ഗ്രീസിലും കരിയോയിലും കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, അത്രയും കാശുള്ള വീട്ടിലെയാ. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്നിട്ടാണല്ലോ ഓട്ടോക്കാരൻ ചന്ദ്രൻ്റെ വീട്ടിൽ പെണ്ണന്വേഷിച്ച് വന്നിരിക്കുന്നത്, തള്ളാണ്ട് പോകാൻ പറയണ്ട അവളോട് എന്ന് ഹരീഷും പറയാണ് കേട്ടോ. ഹരീഷ് ഏട്ടാ, സൗന്ദര്യം ചിലപ്പം ചില കുട്ടികൾക്ക് ശാപം മാത്രമല്ല ഭാഗ്യമായിട്ടും വരും. അത് കേട്ടപ്പോൾ നീതു പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ചന്തു, അത് മനസ്സിലാക്കണമെങ്കിലേ പെൺകുട്ടികൾ ആരാധിക്കാനുള്ള മനസ്സ് വേണം. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, അത് കറക്റ്റ്, ആശാനതില്ല. ബോറടിക്കാതിരിക്കാൻ മാത്രം പയ്യൻ കപ്പലിൽ ജോലിക്ക് പോകുന്നുണ്ട്, അതും ക്യാപ്റ്റനായിട്ടാ. 6 മാസം കടലിലും 6 മാസം കരയിലും. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് കറക്റ്റ്. 6 മാസം പയ്യന് കരയിൽ നിന്ന് ബോറടിച്ചാൽ പിന്നെ 6 മാസം കടലിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇയാളെ കിട്ടുകയാണെങ്കിൽ ഞാൻ ലൈഫ് ലോങ് ബോറടിച്ച് ചത്തേനെ. നമ്മളെ മതിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തിനും ജീവിതം വെറുതെ കളയണം, അല്ലേ ഡിറ്റോ, അല്ലേ ചന്തു എന്നൊക്കെ അവളിങ്ങനെ ചിരിച്ചിട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്തും പറയുന്നുണ്ട്, അതെ അതെ എക്സാക്ട്ലി. ഡിറ്റോയും പറയുന്നുണ്ട്, ദാറ്റ്സ് വാലിഡ് പോയിന്റ് എന്ന്. ഹരീഷിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. ഇത് സത്യമാണോ കള്ളാണോ എന്നൊക്കെ അറിയാനുള്ള ഭയങ്കരമായ ത്വരയുണ്ട്. പക്ഷെ അഭിമാനം അതൊരു വലിയ പ്രശ്നമാണല്ലോ.
അവരിതുവരെ തമാശയായിട്ടോട്ടോ വിചാരിച്ചത്, പക്ഷെ അവളിങ്ങനെ കാര്യമായിട്ട് തന്നെയാണ് പറയുന്നതെന്ന് അവർക്ക് തോന്നി. അപ്പോൾ ചന്തു ചോദിക്കുന്നുണ്ട്, നീ പറയുന്നതൊക്കെ സത്യമാണോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? വിശ്വാസമാണെങ്കിൽ പേട്ടയിൽ പോയിട്ട് എൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്കൂ, അപ്പം അറിയാം സത്യമാണോ കള്ളാണോ എന്നുള്ളത്. അത് കേട്ടപ്പോൾ ചന്തുവിനും ഡിറ്റോനൊക്കെ ഒരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ഹരീഷിൻ്റെ പിന്നെ പറയണ്ടല്ലോ, അവനും ആകെ വിഷമമാവുന്നുണ്ട്. കാരണം ഇത് സീരിയസ് തന്നെയാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിഷമമായി. അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ എന്താ ഇവൾ വെറുതെ ഓരോന്നിങ്ങനെ തള്ളി മറക്കുകയാണെന്നാണ്. കാരണം അവൾക്ക് അത്ര ഹരീഷിനെ ഇഷ്ടമാണല്ലോ. എത്ര ആട്ടി ഓടിച്ചിട്ടും അവൾ വീണ്ടും വന്നിരിക്കുകയാണെങ്കിൽ അവൾക്ക് അത്ര ഇഷ്ടമായിട്ടാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അവളിങ്ങനെ മാറുമ്പോൾ ആർക്കായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചെറുക്കൻ എന്തായാലും ഇപ്പോൾ കരയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുക്കൻ പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ കല്യാണം നടത്തുന്നതാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അടുത്ത് കല്യാണം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാവരും ക്ഷണിക്കാൻ വരുന്നുണ്ട്, എല്ലാവരും വന്ന് ഫംഗ്ഷൻ അങ്ങ് അടിപൊളിയാക്കി തരണേ. എനിക്കിപ്പോഴാണ് എൻ്റെ നിലയും വിലയും മനസ്സിലായത്. ഇത്രയും കാലം ഞാൻ വെറുതെ എൻ്റെ ലൈഫ് നശിപ്പിച്ചു, അതും എന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരാൾക്ക് വേണ്ടി. അതൊക്കെ ആലോചിക്കും എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരുന്നു. അതിനൊന്നും പകരം വീട്ടാതെ ഈ നീതു വെറുതെ ഇരിക്കില്ല. അവൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഒരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഹരീഷിന്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല സൂപ്പർ ബൈക്കിൽ ഈ റോട്ടിൽ കൂടെ കെട്ടിപ്പിടിച്ചിരുന്നു പോകും. അപ്പോൾ ചിലവരുടെയൊക്കെ വായ തുറക്കും. അപ്പോൾ ഈ പരികർമ്മികളൊന്ന് ആ വായ ഒന്ന് അടച്ചു കൊടുക്കാൻ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവൾ പുച്ഛിക്കുകയാണ്. അതെന്തിനെന്ന് അവർ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഈച്ച കയറാതിരിക്കാൻ. അതും പറഞ്ഞ അവൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അവൾ പോയ പാടെ ഹരീഷിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ തന്നെ ഹരീഷിന്റെ വായ തുറന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ഡിറ്റോ കോമഡി ആക്കിയിട്ട് പറയുന്നുണ്ട്, ഹരീഷേട്ട വായ അടയ്ക്കുക. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, പോയി പണിയെടുക്കടാ. അത് കേട്ടപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ഓ ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ ഈ ആശ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വർക്ക് ചെയ്യാൻ പോയി കേട്ടോ. ഹരീഷ് ആണെങ്കിൽ അവിടെ നിന്ന് എണീറ്റിട്ട് നീതു പോയി വഴിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളെ നോക്കുകയാണ് അവൻ, വേദനയോട് കൂടിയാണ് നോക്കുന്നത്. നീതു ആണെങ്കിൽ ചിരിക്കുകയാണ് കേട്ടോ. അവൾ നടക്കുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം അവൾക്ക് ഉറപ്പുണ്ട് അവൻ അവളെ നോക്കി നിൽക്കുകയാണെന്നുള്ളത്. അവളൊരു ഡോസ് കൊടുത്തതാണ്. ഇത്രയും കാലം ഒരു വിലയും തരാത്ത ഒരാൾക്ക് ഒരു ചെറിയ ഡോസ് അവനത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായതും അവൾ അതിൽ തന്നെ മുറുകെ പിടിച്ചതാണ് കേട്ടോ. അല്ലാണ്ട് അവൾക്ക് സ്നേഹം കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവളുടെ കല്യാണം ഉറപ്പിച്ചിട്ടോ ഒന്നുമില്ല, അതെല്ലാം കള്ളായിരുന്നു. അങ്ങനെ അവൾ നടന്നു പോകുമ്പോൾ മനസ്സിൽ പറയാണ്, ഇത്തിരി വേദനിക്കട്ടെ കഴുത എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവാണ്. ഹരീഷാണെങ്കിൽ മനസ്സിൽ അതീവ വേദനയോട് കൂടി അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം ഹരീഷും നീതും എവിടെ എത്തുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക്